എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി കേട്ടോ. പ്രിയ സുഹൃത്തുക്കൾ, ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊളപ്പുള്ളി ഷൊർണൂർ റോട്ടിലാട്ടോ. ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഒരു വാഹനം കടന്നു പോകുന്നതിൻ്റെ ഒരു അവസ്ഥയാണിത് കേട്ടോ. ഒരു ചെറിയ വണ്ടി, ഒരു ചെറിയ ലോഡ്, അത് മുകളിലാണോ എത്ര പൈപ്പാണ് അത് പോണതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നോക്ക്. നമുക്കറിയാം കേവലം 2 വർഷം മാത്രമേ ഈ റോഡ് പണിതിട്ടായിട്ടുള്ളൂ. സാധാരണ ഒരു ടാറിങ് അല്ല ഇവിടെ നടന്നത്. പഴയ റോഡ് പരിപൂർണമായിട്ട് പൊളിച്ച് രണ്ടാമത് റീടാർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് 2 വർഷക്കാലം, അതായത് 2 മഴക്കാലത്തെ അതിജീവിക്കാൻ ഈ റോഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള. ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി? ഇതിൽ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട യാത്രക്കാരാണോ, അതോ ഈ റോഡ് നിർമ്മിച്ച അതോറിറ്റിയാണോ? പറ്റിയ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയെങ്കിൽ ഈ റോഡ് വീണ്ടും ഒന്ന് നന്നാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ട്? ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ റോഡിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പൊതുജനം എന്നും സഹിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. എന്തുകൊണ്ട് ഈ റോഡ് രണ്ടാമതൊന്ന് പുതുക്കി, അതല്ലെങ്കിൽ കേവലം ഈ കുഴികളൊക്കെ ഒന്ന് അടച്ച് ഇത് നന്നാക്കാൻ ശ്രമിക്കുന്നില്ല? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇത്രയും അധികം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് തന്നെയാണല്ലോ ഇതിൻ്റെ മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഒരു ദിവസം അനേകായിരം വണ്ടികൾ പോകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പല ആളുകളുടെയും കാറിൻ്റെ അടിയടക്കം അങ്ങനെ തട്ടിയിട്ട് ഉള്ള കറകറയെന്നുള്ള ശബ്ദം, അതുപോലെ തന്നെ കറകറ ശബ്ദം മാത്രമല്ല, ആ ആളുകളുടെ ആ വണ്ടി വരെ കംപ്ലൈൻ്റ് ആവുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ ജനങ്ങൾ ഈ കണ്ട ബുദ്ധിമുട്ടിലൊക്കെ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ അതോറിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള റോഡ് അതോറിറ്റിയുടെ പുറമെ മന്ത്രിമാർ, MLA മാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരൊക്കെ ഇത് അറിയുന്നുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ഇതിനെ ഒന്ന് പ്രതികരിച്ച് എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്യുന്നില്ല എന്നത് വളരെ ഒരു സങ്കടകരമായ കാര്യം കേട്ടോ. ഈ റോഡ് പൊളിഞ്ഞ സമയത്ത് വലിയൊരു വാർത്തയും കോലാഹലമൊക്കെ വരികയുണ്ടായി. അതൊക്കെ ആ ഒരു സമയത്ത് സാധാരണ മാധ്യമപ്രവർത്തകർ ഒന്ന് വരും, അത് കഴിഞ്ഞ് അവരൊന്ന് എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കി അവർ പോകും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അവിടെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ സഹിച്ചോളുക എന്നുള്ളതാണ്. ജനങ്ങൾ കാരണം ഒരുപാട് ആൾ എന്തൊക്കെ വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാണ്ട് നടക്കുന്ന മൗനിയായ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അത് ഇത്തരം കാര്യങ്ങളെ ഇത്തരം തെറ്റുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രൂപമാണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇത്തരം തെറ്റുകളെ അങ്ങേയറ്റം എതിർക്കുക തന്നെ വേണം. പരമാവധി ഈ വീഡിയോ നിങ്ങൾ എല്ലാ ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതിനെതിരെ ഒന്ന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള സഹായം എല്ലാവരും ചെയ്തേ പറ്റൂ. ഓക്കെ.